ഈ ലോകത്തിലുള്ള ഒന്നും എനിക്കില്ലെങ്കിലും ലോർഡ് യു ഹാവ് ഗിവൻ മീ ഇറ്റേർണൽ ലൈഫ്, എനിക്ക് നിത്യജീവൻ തന്നേഹായി സ്തോത്രം. യോഹന്നാൻ പറയുന്നത് എന്താണെന്നറിയാമോ? സഹോദരന്മാരെ, നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടുന്നല്ല, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം. യു ഷുഡ് നോ ദാറ്റ് യു ഹാവ് ഇറ്റേർണൽ ലൈഫ്. അത് ജെ.സി. റൈൽ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. ഒരു റോസാപ്പൂ ബഡ്, ആ റോസാപ്പൂ ബഡിന്റെ അകത്ത് റോസാപ്പൂ ഓൾറെഡി ഉണ്ട്, പക്ഷെ അത് കാണാൻ പറ്റുന്നില്ല നമുക്ക്. പച്ചയായിരിക്കുന്ന ഇലകൾ അതിനെ മൂടിയിരിക്കുകയാണ്. പക്ഷെ ഒരു ദിവസം അത് പൊട്ടി വിടരും എന്നതുപോലെയാണ് ഇന്ന് യേശുവിൽ നിന്ന് നീതീകരണം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ ഉള്ളിൽ നിത്യജീവൻ ഉണ്ട്. എന്നാൽ നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ അവനെ നാം നേരിട്ട് കാണുമ്പോൾ അത് വിടർന്ന് അതിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വരും. ആ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ അവിടുന്ന് വർദ്ധിക്കുമാറാകട്ടെ. ദാറ്റ് വിൽ ചേഞ്ച് അവർ ഫാമിലി ലൈഫ്. നമ്മുടെ കുടുംബജീവിതത്തെ, നമ്മുടെ സഭാജീവിതത്തെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ, ഈ ഇറ്റേണൽ ലൈഫ്, ആ നിത്യജീവൻ ഉള്ളിലുണ്ടെങ്കിൽ, അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഉള്ളിൽ മാത്രമേ ഞരക്കമുള്ളൂ കേട്ടോ. എന്തിനുള്ള ഞരക്കം? പുത്രത്വം പ്രാപിക്കാനുള്ള ഞരക്കം, കർത്താവ് വരണമേ എന്നുള്ള ഞരക്കം ഉള്ളിൽ നിത്യജീവൻ ഉള്ളവർക്കേ ഉള്ളൂ. അല്ലാത്തവർക്ക് ഞരക്കം ഇല്ല. അതാണ് വേറൊരു ഇത്. ഉള്ളിൽ ഞരക്കം വരണമെങ്കിൽ ഉള്ളിൽ നിത്യജീവൻ വേണ്ടേ? ഉള്ളിൽ ജീവൻ വേണ്ടേ ഞരക്കം വേണമെങ്കിൽ? അല്ല, ഞരക്കം വേണം എന്ന് ഈ വ്യക്തിക്ക് 15 ദിവസത്തെ ക്ലാസ് കൊടുത്താൽ ഞരക്കം വരത്തില്ല. അകത്ത് നിത്യജീവൻ വന്നെങ്കിലേ ഞരക്കം ഉണ്ടാകത്തുള്ളൂ. അതാ റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുക. എന്തുവാ? ഫോർ ദ അഡോപ്ഷൻ ഓഫ് സൺസ് ടു ബിക്കമിങ് ലൈക്ക് ഹിം കംപ്ലീറ്റ്ലി. അപ്പൊ ഇവിടെ ഈ മനുഷ്യന്റെ